ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളായത് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളമാണ്. അതിലേക്ക് ഞാൻ ഉണങ്ങിയിട്ടുള്ള ശംഖുപ്പൂവാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇത് സീസണിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ എടുത്ത് നമ്മൾ ഇതുപോലെ ഉണക്കി വയ്ക്കാം, അല്ലെങ്കിൽ പൊടിച്ച് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ആ കളറൊക്കെ അതിലേക്ക് ഇറങ്ങി വരും. ഞാനിതിലേക്ക് കുറച്ച് വെള്ളയും ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അത്രയ്ക്ക് കളർ ഇല്ലാത്തത് കേട്ടോ. എന്നാലും കുറച്ച് കളറൊക്കെ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടൊരു 5 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ. ആ സമയം വരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ സമ്പുഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ വിഷാംശങ്ങളെ പുറന്തള്ളാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ശംഖുപുഷ്പ ചായ കുടിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കാനും സമ്മർദ്ദം, അതുപോലെ തന്നെ സ്ട്രെസ്, ഉത്കണ്ഠ, ആങ്ഷൈറ്റി എന്നിവ കുറച്ച് നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ചർമ്മകോശങ്ങളെ സംരക്ഷിച്ച് മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അത് ദിവസേന കുടിച്ചു വരുന്നതിലൂടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ചായയ്ക്ക് പകരമായിട്ട് വെറും വയറ്റിൽ നമ്മൾ ഈ ഒരു ടീ കുടിച്ച് വരികയാണെങ്കിൽ മുടി കൊഴിച്ചിൽ തടയാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ദഹനം നന്നായിട്ട് മെച്ചപ്പെടുത്തും. ഷുഗർ ഉള്ളവരൊക്കെ ഇത് ദിവസേന കുടിച്ച് വരികയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇത് പൂർണ്ണമായും കഫീൻ രഹിതമായതിനാൽ ഹെർബൽ ടീ ആയി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ നീരോ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. ഇപ്പോൾ ഗ്യാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു തലവേദന തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൽ, അല്ലെങ്കിൽ കുറച്ച് വെണ്ണീറൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കരി ഒന്നും പിടിക്കില്ല. നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ്. അപ്പം ഞാൻ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കരി പിടിച്ച പാത്രങ്ങൾ ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകാതെ ബുദ്ധിമുട്ടാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് സോപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് സോപ്പ് വെച്ചിട്ട് നമ്മളിത് കഴുകിയെടുക്കുന്നതിലൂടെ നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കരിയൊക്കെ പോയിട്ട് പുതിയതായിട്ട് വാങ്ങിയ ഒരു പാത്രം പോലെ തന്നെ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്ത് അതിൻ്റെ കരിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ ആ സോപ്പ് ഒന്ന് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ക്ലീനായി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അടുപ്പിൽ പാത്രം വെക്കുന്നത് അതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് അതിൻ്റെ കരികളൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് ഉരച്ചെടുത്താൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടുന്നതായിരിക്കും. ഇതുപോലെ കരി പിടിച്ച പാത്രം നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ഉരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ ഈ ഒരു സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് എല്ലാം ഞാനൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പ് ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ല, എല്ലാ കരികളും പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. അടിയിലെ ആ കരി ഞാൻ കളഞ്ഞെടുത്തിട്ടില്ല, കാരണം നമ്മളുടെ ഈ ഒരു പാത്രം ഓട്ടയാവാതിരിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കരി ഒരിച്ച് കളയാത്തത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. പുട്ടുകുടമില്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ പുട്ടുണ്ടാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസും ഇതുപോലുള്ള ചിരട്ടിയാണ് കേട്ടോ. വലിയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർന്ന് കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ പണി തീരുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചിരട്ടയിൽ പുട്ടുണ്ടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് മാവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഞാൻ ഇഡലി പാത്രത്തിലാണ് ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് അധികം മാവുണ്ടെങ്കിൽ എല്ലാ ലെയറിലും നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ്സിലുള്ള പുട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിവിടെ പുട്ടുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിരട്ടപ്പുട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ മേക്കറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവില്ലല്ലോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് പപ്പായയിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അന്നേരം നമ്മളുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള നഖത്തിലൊക്കെ ഒരു 6 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്യൂറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കുഴിനഖമുള്ള നഖത്തിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നെയ്യാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.5 പാക്കറ്റ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 1 മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ഈ സേമിയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാണാനും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കടലപ്പരിപ്പും കുറച്ച് ഉഴുന്നുമാണ്. അതും ഇട്ട് കൊടുത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കരിവേപ്പില, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു ഇഞ്ചിയുടെ പീസും കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അരമുറി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അധികം സ്പൈസി ഒന്നും ഇല്ലാതെ എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കിട്ടിലൊരു ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ അത്. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു അരമുറി തക്കാളി കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മുറി തക്കാളി മുഴുവനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നല്ല കിട്ടിലൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കാണാൻ സിമ്പിൾ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞു മക്കൾക്ക് വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അവസാനം ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും. കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതുപോലെ തന്നെ അകാല നര, മുടി കൊഴിച്ചിൽ, താരനുള്ളവർക്കൊക്കെ പറ്റിയ നല്ല കിടിലൻ ഒരു റെമഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അതുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുടിയുടെ ആരോഗ്യത്തിന് കഞ്ഞിവെള്ളം വളരെ ഗുണകരമാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ, വിറ്റാമിൻ ബി, ഇ എന്നിവ മുടിവേരുകളെ ശക്തിപ്പെടുത്താനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല തിളക്കവും മിനുസും നൽകാനും സഹായിക്കുന്നത് സ്വാഭാവിക കണ്ടീഷണറായിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ട് താരൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും കട്ടി കൂട്ടാനും താരം മാറ്റാനും മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഹെയർ പാക്ക്, ഹെയർ ടോണർ, ഹെയർ സെറം, അതുപോലെ തന്നെ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലവർക്കെങ്കിലും നീരിറക്കം അതുപോലെ തന്നെ ആ കഫക്കെട്ടൊക്കെ വരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഒരു 2 ഗ്രാമ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നെല്ലിക്ക പൊടി മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നെല്ലിക്ക പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല ബലത്തോടു കൂടി നല്ല കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നെല്ലിക്ക പൊടി നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമായത് മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടിവേരുകളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നതിനും താരൻ അകറ്റുന്നതിനും അകാല നര കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, മുടിക്ക് നല്ല തിളക്കവും കറുപ്പ് നിറം നൽകാനും തലയോട്ടിയിലെ pH ബാലൻസ് ചെയ്യാനും
ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലയിൽ തേക്കാനുള്ള ഒരു പരുവത്തിൽ ആ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊരു ഓവർനൈറ്റ് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് ട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ ഡൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുളിക്കുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ മുമ്പ് നമ്മൾ തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് കഴുകിക്കളയാം. നമ്മളുടെ മുടി നാച്ചുറലായിട്ട് തന്നെ നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മുടി കഴുകുന്ന സമയത്ത് സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത്. താളിയോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് കഴുകിയെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. എൻ്റെ ഇക്കാന്റെ തലയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് നരച്ച മുടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതാണ് ട്ടോ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 100% തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.